ഇന്ന് കേരയിൽ വരും കേട്ടോ എന്നാണ് നമ്മുടെ ധനമന്ത്രി ഒരിക്കൽ കൂടി ആവർത്തിച്ചത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലല്ലേ വീണ്ടും കേരയിൽ എന്ന വാക്കിൽ കടിച്ചു തൂങ്ങുന്നുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്യാംരാജ്, കേരയിൽ വരും കേട്ടോ എന്നാണ് ഇന്നും ധനമന്ത്രി പറയുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവരെന്തെങ്കിലും സത്യം ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ബാലഗോപാൽ എന്തെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ മൊത്തം അതിനെ എതിർത്തതും അതിനെതിരെ വലിയ സമരം നടന്നതും അതൊരു അപ്രായോഗികമാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയതല്ല. പിന്നെ വീണ്ടും വരും എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വരുന്ന പറയുന്നത്? അതാണ് ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇത് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും യാഥാർത്ഥ്യബോധത്തോട് കൂടി പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റേ അല്ല എന്ന്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോൾ റോഡ് ആക്സിഡൻറ്റുകളിൽ 5 ദിവസം സൗജന്യ ചികിത്സ കൊടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം കണ്ടു. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. റോഡ് ആക്സിഡൻറ്റിൽ 7 ദിവസം വരെ ഉള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപ എംപാനൽ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സ കൊടുക്കപ്പെടും. അത് കഴിഞ്ഞ് വർഷം 6 ഇപ്പോഴെന്നിട്ട് ഈ കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് എടുത്തിട്ട് പ്രഖ്യാപിക്കലാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ വിചാരം ഇതൊന്നും നാട്ടുകാർക്കാർക്കും അറിയില്ലെന്നാണ്. ഇവരുടെ വിചാരം ഇത് വേറെ ആരും കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല എന്നാണ് ഇവരുടെ വിചാരം. ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കലും നടക്കാത്ത കാര്യങ്ങൾ പറയലും അല്ലാതെ വേറെന്താ ഈ ബഡ്ജറ്റിലുള്ളത്? ഇവിടെ റെയിൽവേ പറയുന്നു 1 കോടിയധികം വരുന്ന ആളുകളെ കടത്തിൽ നിന്ന് മുക്തരാക്കിയെന്ന് പറഞ്ഞു. പക്ഷേ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താ? നമ്മൾ പറയുമ്പോൾ ഒരു യുക്തി വേണ്ട. വെറുതെ ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ധനമന്ത്രി വെറുതെ വന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകളാണ് കേരളത്തിലുള്ളത് എന്നിവർ വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ സാധാരണ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നം എന്താണെന്ന്, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനമല്ലേ കേരളം. ആ ജനങ്ങൾക്കൊന്ന് ഒരു 10 കിലോ അരി മേടിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? അല്ലെങ്കിൽ 1 കിലോ പച്ചക്കറി മേടിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? എന്താ ഇവിടുത്തെ അവസ്ഥ എന്താ? അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് വെറുതെ പറഞ്ഞാൽ മതിയല്ലോ. ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞാൽ മതിയെന്ന്. ബാലഗോപാലൻ ഇതിനകത്ത് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല ഈ ബഡ്ജറ്റ് അവതരണത്തിൽ. കാരണം ഇദ്ദേഹം 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലാക്കേണ്ടതുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് വെറുതെ ആവേശപ്പുറത്ത് നിന്ന് പറയുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു യുക്തിയുമില്ല. വീണ്ടും പച്ചക്കള്ളങ്ങൾ നമ്മൾ എത്രയോ തവണ ഡിബേറ്റ് ചെയ്തതാണ്. പച്ചക്കള്ളങ്ങൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കലാണ്. അതിദാരിദ്ര്യ മുക്തരായിട്ടുള്ള ആളുകളെ പ്രഖ്യാപിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ശരിയാണ്. ഇമാതിരി മണ്ടത്തരം ഇവർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സാധാരണക്കാരായിട്ടുള്ള ടാർപോളിൻ വലിച്ചു കെട്ടിയിട്ട് വീടെന്ന് പറയുന്ന കൂരകൾക്കടിയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ കേരളത്തിലുള്ളപ്പോൾ അവരുടെ മുഖത്ത് നോക്കി ചിരിച്ചു കാണിച്ചുകൊണ്ടല്ലേ, അവരെ നോക്കി പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് പറയാം നിങ്ങളൊക്കെ പണക്കാരാന്ന്, അവരെയൊക്കെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവർ തന്നെ അന്നെന്താ സംഭവിച്ചത്? ഇവർ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ഇതാ ഇത്രയും പേര് ദാരിദ്ര്യത്തിൽപ്പെട്ടവരാണ്, ഇത്രയും പേരെ ഞങ്ങൾ അതിൽ നിന്ന് മുക്തരാക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കി, ജനങ്ങളെ കളിപ്പിക്കാൻ നോക്കി. അതല്ലാതെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ സാധാരണക്കാരായിട്ടുള്ള സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഈ 2 മാസത്തിന്റെ കാര്യം വിട്ടു. ഇനി നോക്കൂ, കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കേരളത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ കേരളം വിട്ടു പോകുന്നതാണ്. ഒരു 20-30 വർഷം കഴിയുമ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു വൃദ്ധസദനമായിട്ട് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്താ പ്രഖ്യാപിച്ചിട്ടുള്ളത്? 1, പ്രഖ്യാപിച്ചാൽ നടപ്പാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് കാര്യം. 2, അതിനെക്കുറിച്ചിട്ട് ഇവിടെ കാഴ്ചപ്പാടെന്താ? ഈ ഇടത് സർക്കാരിൻ്റെ കേരളത്തിൻ്റെ ചരിത്രം ഇങ്ങെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ കൈയടക്കി വെച്ചിട്ട് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ CPM-ന്റെ ഫാക്ടറികളാക്കി കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റി അവസാനം ചെറുപ്പക്കാർക്ക് ജോലിയില്ലാതെ വിദേശങ്ങളിലേക്ക് കൂടെയേറേണ്ടി വരുന്ന അവസ്ഥയിലാക്കി മാറ്റി ഈ നാട്ടിലെ ചെറുപ്പക്കാരെ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറ്റിയ ഇടത് സർക്കാരിന് അതിന് ബദലായിട്ടുള്ള അവരുടെ നയം എന്താ? അതിന് ബദലായിട്ടുള്ള അവരുടെ അഭിപ്രായം പണ്ട് കാലഘട്ടത്തിൽ ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ്